ഹലോ ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് ഇൻട്രോയിൽ കണ്ടതുപോലെ തന്നെ അടിപൊളി ഒരു കിടിലൻ ലൈറ്റാണ്. PVC പൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് കുറേ കാലമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ദുബായ് പോകുന്നതിന് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ PVC പൈപ്പ് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. നല്ല കിടിലൻ, അതുപോലെ തന്നെ അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും വേണം. കാരണം നമുക്ക് അതിനനുസരിച്ചാണ് അടുത്തടുത്ത വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യുക. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഈ ഒരു LED ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ PVC പൈപ്പ് എടുത്തിരിക്കുകയാണ്. 2.5 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു LED ബൾബ് എടുത്തിട്ടുണ്ട്. 9 വാട്ട്സിൻ്റെ സാധാരണ ഒരു 90 രൂപ വില വരുന്ന ഒരു LED ബൾബ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് PVC പൈപ്പ് തന്നെ എടുക്കണമെന്നില്ല. ഈ ഒരു LED ബൾബ് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കൊള്ളുന്ന രീതിയിലുള്ള ഒരു PVC പൈപ്പ് എടുക്കുക കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. A4 ഷീറ്റ് എടുത്തതിന് ശേഷം ഈ ഒരു PVC പൈപ്പിൻ്റെ മുകളിൽ ചുറ്റി കൊടുക്കുക കേട്ടോ. അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ക്രോസിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടറ്റങ്ങളും തമ്മിൽ ക്രോസിൽ വരച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു സ്കെയിലിൻ്റെ അളവിൽ നമ്മൾ വീണ്ടും ഇതേപോലെ ഓരോ ലൈനുകളായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ലൈനുകളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അടുത്തായിട്ട് ഈ ഒരു ഭാഗത്തും നമ്മൾ അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നേരെ ക്രോസ് ആയിട്ട് ഈ ഒരു അറ്റത്തു നിന്നും രണ്ടാമത്തെ അറ്റത്തിലേക്കും നമ്മൾ ഇതേപോലെ തന്നെ ക്രോസ് ആയിട്ട് വരച്ചെടുക്കുകയാണ്. ഇതേപോലെ മുഴുവനായിട്ട് നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞു. അടുത്തായിട്ട് ഈ ഒരു പേപ്പർ നിർത്തിയെടുക്കുക. അതിനുശേഷം രണ്ടാം ഭാഗം ബാലൻസ് ഉള്ള ഭാഗവും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ പേപ്പർ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഹോളുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ PVC പൈപ്പിൻ്റെ മുകളിൽ ഈ ഒരു പേപ്പർ വീണ്ടും ചുറ്റിയെടുക്കുക. അതിനുശേഷം ടാപ്പ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ അടയാളപ്പെടുത്തി തരാം. ഇതിൽ നിങ്ങൾക്ക് ഏത് മോഡലും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിവിടെ ചെയ്യുന്നത് ഇതേപോലെ 4 ഹോളുകൾ മാത്രം ഈ ഒരു ജോയിൻറ്റിൽ മാത്രം വരുന്ന രീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനായിട്ട് കുറച്ചൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതേപോലെ ഡ്രില്ലിംഗ് മെഷീനോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ അയണൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. PVC പൈപ്പാണല്ലോ, പെട്ടെന്ന് തുളയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്തുള്ളതനുസരിച്ച് അതേപോലെ ഹോളുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഇത് മുഴുവനായിട്ടൊന്ന് ഹോൾ ഇട്ടതിന് ശേഷം ബാക്കി കാണാം. അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് ഭാഗം ഞാനിവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ LED ബൾബ് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു പേപ്പർ ഇതിൽ നിന്നും നമുക്ക് പറിച്ച് ഒഴിവാക്കാം. ഇപ്പോൾ വൃത്തിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ട് ഈ ഒരു ഹോളുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് വൃത്തിയാക്കി കൊടുക്കാം. ഓക്കെ, ഇത് മുഴുവനായിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പെയിൻറ്റ് എടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് സ്പ്രേ പെയിൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതേപോലെയുള്ള ബ്ലാക്ക് സ്പ്രേ പെയിൻ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബോട്ടിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇതേപോലെ സ്പ്രേ ചെയ്തെടുക്കുകയാണ്. ഇത് ഉണങ്ങാനായിട്ട് നമുക്കൊരു 90 മിനിറ്റെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 90 മിനിറ്റിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ് നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് LED ബൾബ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ LED ബൾബ് നേരത്തെ എടുത്ത ഈ ഒരു LED ബൾബ് നമ്മൾ ഇതിലേക്ക് ഇറക്കി കൊടുക്കുകയാണ്. ഇറക്കി കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ മുഴുവനായിട്ട് മൂടി നിൽക്കുന്ന ഈ ഒരു ഹോൾഡറിൻ്റെ ഭാഗം മാത്രം നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇറക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഫ്ലെക്സ് കിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതേപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് PVC ഷീറ്റാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തന്നിരുന്നു ഈ ഒരു PVC ഷീറ്റ്. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് സാധാരണ മോട്ടറൊക്കെ വൈൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മോട്ടറൊക്കെ നന്നാക്കുന്ന ഷോപ്പുകളിൽ കിട്ടുന്ന കേട്ടോ. അവിടെ നിന്ന് ഞാൻ വാങ്ങിയാണ്. 10 രൂപ മാത്രമേ ഉള്ളൂ. അത് ഇതേപോലെ റൗണ്ട് ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ ഫിനിഷിംഗ് ആയിട്ട് കത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉരുകുകയൊന്നുമില്ല. ഇത് PVC ഷീറ്റാണ്. ഇത് വൈൻഡിങ്ങിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റേപ്ലർ ഉപയോഗിച്ചിട്ട് പിൻ ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മളെ വർക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൈറ്റ്. ഇനി നമുക്കൊന്ന് കത്തിച്ച് നോക്കാം.
അപ്പോൾ ഗൈസ് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലൈറ്റാണ്. ഇതിന് മുമ്പ് നമ്മൾ 2-3 ലൈറ്റ് ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, PVC പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവസാനം എൻ്റെ സ്ക്രീനിൽ വരുന്നതാണ്, അത് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിർബന്ധമായിട്ട് കമൻറ്റിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താ പറയുക, കൂടുതലായിട്ടും ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കിടിലം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇറക്കി തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യുക. അപ്പോൾ നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.